പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 2026 ഏപ്രിൽ മാസം 9 പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ഓരോ വോട്ടറും അടിമയായിട്ടാണോ വോട്ട് ചെയ്യുക, അതോ സ്വതന്ത്ര ബുദ്ധിയോടെ കാര്യങ്ങളെയെല്ലാം വിലയിരുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ വോട്ട് ചെയ്യുക? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ആളുകളും അടിമകളാണ്. ഏതെങ്കിലും ഒരു പാർട്ടി അതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ പാർട്ടി എന്ത് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റുമോ, എൻ്റെ പാർട്ടിയെ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് കരുതി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ശീലമുള്ളവരാണ് നല്ലൊരു പങ്കാളുകളും. ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലാണ്, പ്രവർത്തിച്ചത് ഈ പാർട്ടിയിലാണ്, മരിക്കുന്നതും ഈ പാർട്ടിയിൽ തന്നെ ആയിരിക്കും എന്ന് വീരസ്യം പറയുന്ന ധാരാളം പേരെ ഞാനും കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഒന്നുകിൽ പാർട്ടിയെ നേരെ നടത്തിക്കൊണ്ടുപോകാനുള്ള കരുത്തുണ്ടാവണം. അത് പാർട്ടി അംഗങ്ങൾക്ക് അത്തരത്തിൽ കരുത്തുണ്ടാകുന്ന ഒരവസ്ഥയും നമ്മുടെ നാട്ടിൽ ഇന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും, എല്ലാം ഹൈക്കമാൻഡാണ് നിശ്ചയിക്കുന്നത് എന്ന രീതിയിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്താണെങ്കിൽ അതുപോലും ഇല്ല. ഒരാൾ തീരുമാനിക്കും, പാർട്ടി സെക്രട്ടറി തീരുമാനിച്ചാൽ അപ്പീലില്ല, തികഞ്ഞ ഏകാധിപത്യമാണ്. എല്ലാ ഭാഗത്തും കണ്ടുവരുന്നത് അങ്ങനെയാണ്. ലോകം മുഴുവനും ഏതാണ്ട് ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യത്തിലേക്ക് വീണിരിക്കുകയാണ്. എന്നാൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം പണയം വെക്കാത്ത, അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ചില പാർട്ടികളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിനെ വലിയ ഒരു ദോഷമായിട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണാറുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ തമ്മിലടി, മന്ത്രിയാകാൻ തമ്മിലടി, മുഖ്യമന്ത്രിയാകാൻ തമ്മിലടി എന്നൊക്കെ പറയുമ്പോൾ ഒരു വീട്ടിൽ പോലും എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങൾക്കൊരു ഉണ്ടാകുമെന്നുള്ളത് ശരി തന്നെയാണ്. കാരണം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, ജീവൻ സമർപ്പിച്ചിട്ടുള്ളത് അവരാണ്. എന്നാൽ പോലും എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ സംഘടനകളും ചിലപ്പോൾ ശാരീരിക സംഘടനകളും വീടുകളിലുണ്ടാകുന്നുണ്ട്. അത് ചിലരുടെ മധ്യസ്ഥയിലൊക്കെ തീരും, ചിലപ്പോൾ പോലീസ് കേസാകും. എന്നാലും പൊതുവെ ആശയ സംവാദങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും, വഴക്കുകളുണ്ടാകും. അവസാനം അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പിലായിട്ടാണ് നല്ലൊരു ശതമാനം കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ മാത്രം അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് മുക്തരാവണം, ഏകാഭിപ്രായക്കാരാവണം. അത് ഏകാധിപത്യത്തിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളും പദവികളും, ഇപ്പോൾ പൂന്താനം പാടിയിട്ടുണ്ടല്ലോ, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്ന ഇത് ചിലർ. ഇപ്പോൾ അധികാരമാണ്, പദവിയാണ്, പണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യക്കാർ കൂടും. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമേ ചില വഴക്കുകളും തമ്മിലടികളും പാരവയ്പ്പുകളും, അതൊക്കെ എങ്ങനെയാണ് അവർ പരിഹരിക്കുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങളെ, ആശയ സംഘടനകളെ എങ്ങനെയാണ് പറഞ്ഞ് തീരുമാനമാക്കി കൊണ്ടുപോകുന്നത് എന്നതിലാണ് അവിടെ കലയെ നമ്മൾ കാണേണ്ടത്. അതിനെ പാടെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, നേതാവ് പറയുന്നത് അംഗീകരിക്കേണ്ടതാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നുവെച്ച് ഒരു പാർട്ടിയിൽ അതിൻ്റെ ആദർശങ്ങളെല്ലാം ബലി കഴിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളെ, തമ്മിത്തല്ലുകളെ, പണത്തിനു വേണ്ടിയിട്ടുള്ള, അധികാരത്തിനു വേണ്ടിയുള്ള അതിരുകവിഞ്ഞ പോരാട്ടങ്ങളെ നമുക്ക് ന്യായീകരിക്കാനും സാധിക്കില്ല. എങ്ങനെയായാലും ഈ തിരഞ്ഞെടുപ്പ്, നമ്മുടെ മുന്നിലുള്ള തിരഞ്ഞെടുപ്പ്
വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പാണ്. 10 വർഷം ഭരിച്ച രാഷ്ട്രീയ കക്ഷി വോട്ട് ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിലൊരു തീരുമാനം ആ രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ച് എടുക്കാൻ നമുക്ക് സാധിക്കും. ആ രാഷ്ട്രീയ കക്ഷി 10 കൊല്ലവും ജനങ്ങളോടുള്ള വിശ്വാസ്യതയും വിശ്വസ്തതയും, ജനങ്ങളാണ് യഥാർത്ഥ ഭരണക്കാർ, അധികാരികളെന്ന മനോഭാവത്തോടെയും ഭരിച്ചു പോന്നിട്ടുണ്ടോ? ആദ്യത്തെ ഭരണകാലത്തുണ്ടായ ആ മനോഭാവം നിലനിർത്താൻ അവർക്ക് സാധിച്ചോ? അതോ ചില അവതാരങ്ങളുടെ കെണിയിലേക്ക് അവരും പെട്ടുപോയോ? അവരെ എതിർക്കുന്നവരോടുള്ള അവരുടെ മനോഭാവം എന്തായിരുന്നു? അവരുടെ ആശയങ്ങളോട് യോജിക്കാത്ത ആശയങ്ങൾ പറയുന്നവരോട് അവരെങ്ങനെയാണ് പെരുമാറിയത്? ഏതൊരു ഭരണകൂടവും ശത്രുക്കളോട് എങ്ങനെ പെരുമാറുന്നു? രാജ്യത്തിന് പുറത്തുള്ളവരോട് പെരുമാറുന്നത് നമുക്കറിയാം. ട്രംപ് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരിയുടെ തന്നെ ജനമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഒരു സർക്കാരിനെ വിലയിരുത്തുമ്പോൾ നാം ചോദിക്കേണ്ട ചോദ്യം. ഇതിനേക്കാൾ കൂടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടന്നിരുന്നപ്പോഴാണ് നാം ഭാരതീയർ ബ്രിട്ടീഷുകാരോട് പോരാടിയത്. പാട്ടുപാടി, ഉപവാസങ്ങൾ, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് 4 അണ പോലും വരാത്ത തക്ളിയെടുത്ത് നൂൽപ്പിച്ച് വസ്ത്രമുണ്ടാക്കി, വലിയ വിലയാണെങ്കിൽ പോലും, കട്ടി വളരെ കൂടുതലാണെങ്കിലും അത് വാങ്ങി ധരിക്കാനുള്ള ത്യാഗ മനോഭാവം കാണിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം കെട്ടിപ്പടുക്കപ്പെട്ടത്. ജീവൻ നൽകിയിട്ടാണ് നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യം നേടിയത്. അഭിപ്രായ സ്വാതന്ത്ര്യം, അടിമകളാകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് നമ്മുടെ ഭരണാധികാരികൾ, കഴിഞ്ഞ ഭരണകൂടം മാനിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ അക്കാര്യത്തിൽ അവർ വളരെ മോശമായിരുന്നു എന്നും ഭീകരരായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ അധികാരം കൊണ്ട് എതിരാളികളെ അമർച്ച ചെയ്യാനും ജയിലിൽ പിടിച്ചിടാനും കള്ളക്കേസുകൾ എടുക്കാനും അവർ ഏറ്റവും മുന്നിലായിരുന്നു. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. 13 ദിവസമാണ് എന്നെ കെ ശൈലജ ജയിലിൽ പിടിച്ചിട്ടത്. എന്തിനായിരുന്നു? വാക്സിനുകൾ ദോഷഫലങ്ങളുള്ളവയാണ്. ആ ദോഷഫലങ്ങളെക്കുറിച്ച് പറയാതെ ഇത് വളരെ മഹത്തായതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ നയത്തിനെതിരെ സംസാരിച്ചതിനാണ്. കെ ശൈലജയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതിയുണ്ട്. $6 ബില്യൺ വാക്സിൻ കൊണ്ട് മരിച്ച കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്കും തളർന്നുപോയ കുട്ടികൾക്കും മറ്റു രോഗങ്ങൾ വന്നവർക്കും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു $6 ബില്യൺ. അതേപോലെ തന്നെ പ്രളയം കഴിഞ്ഞപ്പോൾ സകലരും ഡോക്സിസൈക്ലിൻ കഴിക്കണം ആരോഗ്യ സംരക്ഷണത്തിന്. ഡോക്സിസൈക്ലിൻ എന്നുള്ള ആ ആൻറ്റിബയോട്ടിക് ഒരു വിഷസാധനമാണെന്നും അത് കഴിക്കുന്ന 50% ആളുകൾക്കും ദോഷഫലങ്ങൾ കിട്ടുമെന്നും 10% ആളുകൾക്ക് മരണം സംഭവിക്കാമെന്നും അമേരിക്കൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ് എന്ന് പറഞ്ഞ പുസ്തകം ഇംഗ്ലീഷിൽ വായിച്ച് മലയാളത്തിൽ പറഞ്ഞതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. 6 കേസുകൾ എൻ്റെ പേരിൽ. 5 കൊല്ലം വിചാരണ ചെയ്ത് കോവിഡിൻ്റെ കേസ് എന്നെ വെറുതെ വിട്ടു. എന്നോട് മാത്രമല്ല, നിരവധി പ്രകൃതി ചികിത്സകരെ, അക്യൂപഞ്ചർ ചെയ്യുന്നവരെ, പരമ്പരാഗത ചികിത്സകരെയും കെ ശൈലജ അറസ്റ്റ് ചെയ്യിച്ചു, ജയിലിലടച്ചു. അലോപ്പതിയുടെ ദാസിയായിരുന്നു അവർ. കോവിഡിൻ്റെ സമയത്ത് നടന്ന അഴിമതിയൊക്കെ കൂടെയുള്ള പാർട്ടി സഖാക്കൾ, ഉദ്യോഗസ്ഥന്മാർ ഡിലീറ്റ് ചെയ്തു, കമ്പ്യൂട്ടറുകളിൽ നിന്ന് മറച്ചു വെച്ചു, നശിപ്പിച്ചു. അതുകൊണ്ട് മാത്രം വിശുദ്ധയായിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് കേരളത്തിന് മുഴുവൻ അവരെക്കുറിച്ചുള്ളത്. അവർ കഴിവില്ലാത്തവരാണെന്നോ
ഒന്നും അർത്ഥമില്ല. പക്ഷേ അവരുടെ പെരുമാറ്റം മുഴുവൻ അലോപ്പതിയുടെ വിനീതദാസിയായിട്ടായിരുന്നു. അതേപോലെ തന്നെ എത്രയോ യൂട്യൂബേഴ്സിനെയാണ് ഭരണകൂടം തടവിലാക്കിയത്. സ്റ്റാലിനിസ്റ്റ് റഷ്യയുടെ ഒരവസ്ഥയിലാണ് പല യൂട്യൂബേഴ്സിനെയും വേട്ടയാടിയതും കാരണങ്ങളൊന്നുമില്ലാതെ പോലും ജയിലിൽ പിടിച്ചടച്ചതും. ഉള്ള പറഞ്ഞ കാരണങ്ങളാകട്ടെ കോടതിയുടെ മുന്നിൽ നിലനിൽക്കുന്നതുമായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തികഞ്ഞ ഏകാധിപത്യ മനോഭാവത്തോടെ, അഹങ്കാരത്തോടെ, അധികാരത്തിൻ്റെ ഗർവോടെ എത്ര കാറുകളിലാണ് പാഞ്ഞത്. നമ്മുടെ നാട്ടിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇതുപോലെ 10-40 കാറുകളിൽ, ഒരു കാറിൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും? ചുരുങ്ങിയത് 4 പേരെങ്കിലും ഉണ്ടാകും. ഡ്രൈവർ തുടങ്ങിയിട്ട് ഗസറ്റഡ് റാങ്കിലുള്ള, സെക്രട്ടറി റാങ്കിലുള്ള, ഒരു ദിവസത്തെ ആ ഒരു കാറിൻ്റെ ചെലവ് ആഡംബരം കാണിക്കാൻ, ചക്രവർത്തിയാണെന്ന് കാണിക്കാൻ ആ ഒരു കാറിൻ്റെ ചെലവ് തന്നെ ലക്ഷങ്ങൾ വരില്ലേ? അങ്ങനെ 10-40 കാറുകൾ എന്ത് കാര്യത്തിനായിരുന്നു? ഇനി ഈ പദവിയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ 40 പോയിട്ട് 4 കാർ ഉണ്ടാവില്ലല്ലോ. എന്തിനായിരുന്നു ഈ കാട്ടിക്കൂട്ടലുകൾ? അപ്പോൾ നിലവിലുള്ള ഭരണത്തെ വിശകലനം ചെയ്യേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളും, അതേപോലെ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നല്ല കാര്യങ്ങളാണോ മനുഷ്യൻ്റെ ശുദ്ധവായു, അഭിപ്രായ സ്വാതന്ത്ര്യം, മൗലികാവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, പരിഷ്കൃത സമൂഹം അതിന് ഏറ്റവും വലിയ വില കൊടുക്കുന്നു, പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് നാം വോട്ട് ചെയ്യാനായിട്ട് ചെല്ലേണ്ടത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സമ്മേളനം നടക്കുകയുണ്ട്, ഒരു സംഗമം, പോരാളികളുടെ സംഗമം. അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുകയും കള്ളക്കേസുകളിൽ കുടുങ്ങുകയും മർദ്ദനമേൽക്കുകയും ചെയ്തവരുടെ ഒരു സംഗമമായിരുന്നു. അതും വോട്ടർമാർക്കുള്ള ഒരു സൂചനയാണ്. ഇനി മഹർഷി ബോധേശ്വരൻ്റെ, നമ്മുടെ സുഗതകുമാരി ടീച്ചറുടെ അച്ഛൻ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എഴുതിയ ഒരു ഗാനമുണ്ട്. അതിൻ്റെ വരികൾ കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗമോക്ഷ, തുടക്കം അങ്ങനെയല്ല, ചുരുക്കിയാണ് ഞാനത് പാടുന്നത്. സ്വർഗമോക്ഷ സുഖാദി സമസ്തവും നിർഗളിച്ചു തരുന്നവയാകിലും വർഗബുദ്ധി വളർത്തുവതെങ്കിൽ പുൽക്കൊടിക്കു സമം ത്യജിച്ചിടുവൻ. എന്നിലുള്ള വികാര വിചാരങ്ങളൊന്നു മാത്രം ഞാൻ ഭാരത പൗരൻ. എന്നിലുള്ള വികാര വിചാരങ്ങളൊന്നു മാത്രം ഞാൻ ഭാരത പൗരൻ. ഞാൻ ഹിന്ദുവല്ല, മുഹമ്മദനല്ല, ക്രൈസ്തവനല്ല, വന്ദ്യനല്ല, വിധേയനുമല്ല, ബന്ധുവാമൊരു മനുഷ്യനൂഴിയിൽ ഞാൻ ഹിന്ദുവല്ല. ജാതി ഒക്കെ നമുക്കുണ്ടാകും, പാർട്ടി വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അതിനെല്ലാം ഉപരിയായി ഞാനൊരു ഭാരത പൗരനാണെന്നും, ഞാൻ ഒരാഗോള മനുഷ്യൻ, വിശ്വ പൗരനാണ്, സകല ജീവജാലങ്ങളുടെയും ബന്ധുവാണ് എന്ന ഉദാത്തമായ നിലയിലേക്ക് ഉയർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ പണത്തിൻ്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ ഒക്കെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന, പരസ്പരം വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം. സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ പുതിയ ഗാഥകൾ രചിക്കാൻ നമുക്ക് സാധിക്കണം. ഏപ്രിൽ 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര മനുഷ്യനെന്ന നിലയ്ക്കുള്ള നീതിയുടെ വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.